ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പൊന്മുടി പോവാനാണ് പ്ലാൻ. പക്ഷെ അതിനു മുമ്പേ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാറുണ്ട്. വേറെ ഒന്നുമല്ല, അപ്പോൾ 2 ആഴ്ചക്കകം എന്നെ ഒരു പൂച്ച അടിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒരിടത്തും അല്ല, എൻ്റെ വീട്ടിലെ പൂച്ച തന്നെ. പക്ഷെ അതിന് ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല. ഇതൊക്കെ ഇഞ്ചക്ഷൻ എടുത്ത പൂച്ചയാണ്. ഇപ്പം പ്രസവിച്ച പൂച്ചയാണ്. അപ്പം ഇതാണ് ആ മേഡം എന്നെ കടിച്ചിട്ട് ഓടിക്കളഞ്ഞ മേഡം. അതുകൊണ്ട് ഇന്ന് എനിക്ക് 3ാമത്തെ ഡോസ് എടുക്കാനുള്ളതാണ്. മൂന്നാമത്തെ വാക്സിൻ എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് ജനറൽ ഹോസ്പിറ്റലാണ് എടുക്കുന്നത്. പിന്നെ അവിടെ പോയിട്ട് വേണം എനിക്കിന്ന് പൊന്മുടി പോകാൻ. 2 കയ്യിലെടുത്തിട്ട് ഇന്ന് എൻ്റെ ബോഡി എങ്ങനെ അതിന് റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വാക്സിനേഷൻ എന്തായാലും എന്ത് വന്നാലും ഞാൻ ഇന്ന് പൊന്മുടി പോവും. ഒറ്റയ്ക്കല്ല കേട്ടോ, വേറൊരു പയ്യനും കൂടി ഉണ്ട്, എൻ്റെ ഒരു അനിയനും കൂടി ഉണ്ട് വീടിൻ്റെ അടുത്തുള്ള. അവനെയും കൊണ്ടാണ് പോകണം. പിന്നെ അവിടെ എത്തിയപ്പം 3/4 മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്ന്. ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം ഇറങ്ങി. വണ്ടിയാണെങ്കിൽ ദോശക്കല്ലിന് അപ്പുറം ചൂടായിരുന്നു. പഴുത്തിരുന്ന് 2-3 മണിക്കൂർ വെയിലത്തിരുന്ന വണ്ടിയാണ്. എൻ്റെ ഊപ്പാടും പതപ്പാടും ഇറങ്ങി ഇളവി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി അപ്പോഴാണ് അവൻ്റെ കോൾ പറഞ്ഞത്. അവൻ പറഞ്ഞ് ഇറങ്ങി നിൽക്കുന്നു, പെട്ടെന്ന് വാന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ വാക്സിനേഷനൊക്കെ എടുക്കാൻ പോയിട്ട് അവൻ അത്രയ്ക്ക് വെപ്രാളം. അവൻ ഇതുവരെയും പൊന്മുടി കണ്ടിട്ടില്ല, അതുകൊണ്ടായിരിക്കും. അവൻ ഇറങ്ങി നിൽക്കുന്നു, പെട്ടെന്ന് പോകാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പെട്ടെന്ന് പോയി. പക്ഷേ ഇപ്പോഴേ കൈ വേദന തുടങ്ങി. 2 കൈ നല്ല തരിപ്പുണ്ട്. എങ്ങനെയാണെന്ന് എനിക്കറിയണം. നേരത്തെ 2ാമത്തെ ഡോസൊക്കെ എടുത്തപ്പോൾ വലിയ പ്രശ്നമില്ലായിരുന്നു. അപ്പം ഈ 2 മണിക്കൂറൊക്കെ ഓട്ടിക്കുള്ളതാണ് വണ്ടി. എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നോക്കി കണ്ടും അറിയാം എന്തൊക്കെ സംഭവിക്കുമെന്ന്. അപ്പോൾ നമുക്കിനി അവൻ അങ്ങോട്ട് വിളിക്കാൻ പോവാം. 1 മണിക്കൂറായിട്ട് വെയിറ്റിംഗ് ആണ് ഞാൻ ഇവിടെ. അവൻ 1 മണിക്കൂർ മുമ്പേ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ഞാൻ ചാടി ഇറങ്ങിയതാണ്. ഇപ്പൊ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 1 മണിക്കൂറായിട്ട് ഞാൻ അവിടെ കട്ട പോസ്റ്റിംഗ് ആണ്. 2000 years later. ഇവനാണ് ഗൈസ് എന്നെ ഇവിടെ 1 മണിക്കൂർ വന്ന് പോസ്റ്റ് അടുപ്പിച്ച ആ ചെറുക്ക ഇവനാണ്. എന്താ എന്നിട്ട് ഒരു നാണവുമാനിട്ട് കാരണം ഹെൽമെറ്റ് പോലും അവനില്ല. അവൻ ചുമ്മാ ഓസിന് വരെ ഇടാമോ. അങ്ങനെ അവനെയും വിളിച്ചുകൊണ്ട് രാവിലെ അമ്പലത്തിലൊക്കെ പോയി. എന്തായാലും ഈ 2-2.5 മണിക്കൂർ യാത്ര ഉള്ളതല്ലേ, അമ്പലത്തിലൊക്കെ കയറി ഒന്ന് തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ച് തന്നെ പോയത്. പിന്നെ എനിക്കങ്ങനെ കൊണ്ടുപോകാൻ പ്രത്യേകിച്ച് ആരുമില്ല. എൻ്റെ ജീവിതം തന്നെ ഒരു ട്രാജഡി ജീവിതമാണ്. അങ്ങനെ വെച്ചാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതൊക്കെ ഓരോ വീഡിയോ ഒക്കെ ഇനി ഇറക്കുമല്ലോ, അപ്പോൾ ഞാൻ ഒന്നൊന്നായിട്ട് പറഞ്ഞുതരാം. അതൊക്കെ നിങ്ങൾ എങ്ങനെ ഏറ്റെടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും എൻ്റെ ആ ജീവിതാനുഭവവും എൻ്റെ കഥയും ഒക്കെ കേൾക്കാൻ ഒരാൾക്കെങ്കിലും ആഗ്രഹം ഇല്ലാതിരിക്കൂല എന്നാണ് എൻ്റെ വിശ്വാസം. ചിലവർക്ക് ബോറടിക്കുകയായിരിക്കും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും, ചിലവർക്ക് വെറുപ്പായിരിക്കും. പക്ഷെ ആ ഒരു എൻ്റെ ഒരു സാഹചര്യമൊക്കെ മനസ്സിൽ തട്ടുന്ന ഒരു വ്യക്തിയെങ്കിലും കാണാതിരിക്കില്ല. അത് സത്യമാണ്. ആരാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ലോങ്ങൊക്കെ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോണത്. ഇങ്ങനെ കൊണ്ടുപോകാൻ പ്രത്യേകിച്ച് പറയാൻ അങ്ങനെ ഫ്രണ്ട്സോ അങ്ങനെ ഇപ്പോഴത്തെ ഗ്യാങ്സ് ഗ്രൂപ്പ്സ് അങ്ങനെ ഒന്നും എനിക്കില്ല. പിന്നെ ഇവനെന്ന് പറഞ്ഞാൽ എൻ്റെ അനിയനാണ്, സ്വന്തം അനിയനല്ല, നെയ്ബറാണ്. ഇപ്പോൾ +2 ഒക്കെ കഴിഞ്ഞ പയ്യനാണ്. അച്ചു എന്നാണ് പേര്, അച്ചു നാരായണൻ എന്നാണ് പേര്. ഫ്രണ്ട്സ് ഇല്ലായിരുന്നെന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു, പണ്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഊക്കം പണിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന്. അതിന് ശേഷം പിന്നെ ഉറപ്പിച്ചൊരു കാര്യമാണ് ഇനി ആ വഴിക്കേ ഇല്ലെന്ന്. പണ്ടെന്ന് പറഞ്ഞാൽ അത്ര ഇതൊന്നുമല്ല, ഒരു 10ാം ക്ലാസ് ആ ഒരു റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്നു. അത് 1-2 തന്നെ ഉള്ളായിരുന്നു, അത്ര കൂടുതലൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവന്മാരെയൊന്നും കുറേ നമ്മൾ ആത്മാർത്ഥത കാണിച്ചുകൊണ്ടായിരിക്കാം നമുക്ക് ഇത്രയും വലിയ പണികളൊക്കെ കിട്ടിയത്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ കുറേ അനുഭവങ്ങൾ എടുക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ ഓരോരോ വീഡിയോകളൊക്കെ ഇറക്കുമ്പോൾ
പിന്നെ ബോർഡ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ സത്യം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചൊരു കാര്യമാണ്. നമ്മൾ ആരെയും കൂടുതൽ സ്നേഹിക്കാനും പാടില്ലെന്ന് പറയുന്നില്ല, പക്ഷെ വിശ്വസിക്കില്ല. 4 സൈഡിൽ നിന്ന് പണി വരും. പിന്നെ അങ്ങനെ നമ്മൾ പൊന്മുടി റൂട്ടൊക്കെ എത്തി. അപ്പോഴാണ് വമ്പം പണി പറഞ്ഞത്. ഞാൻ കാണിച്ചു തരാം. ഒരു KSRTC ബസ് നല്ല ഏറ്റവും ഫ്രണ്ടിൽ കയറി നിൽപ്പുണ്ട്. നിങ്ങൾക്കറിയാം, വീഡിയോ കാണുമ്പോഴേ അറിയാം, ജസ്റ്റ് മിസ്സാണ് ഇടിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ നമ്മൾ മുകളിലൊക്കെ എത്തി. നല്ല കോട ഉണ്ടായിരുന്നു, അടിപൊളി. അതായത് അടിപൊളി വൈബായിരുന്നു. നമ്മളെപ്പോഴും ഇങ്ങനെ പോകുമ്പോൾ ഇത്രയും കോട കാണണമെന്നില്ല. ചിലപ്പോൾ കുറവായിരിക്കും, ചിലപ്പോൾ വരാതിരുന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ പോയ സമയത്ത് തന്നെ നല്ല രീതിയിൽ കോട ഉണ്ടായിരുന്നു. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ ഉച്ചയ്ക്ക് 1:30-2 മണി എന്തോ ആയെന്ന് തോന്നുന്നു. സമയം കറക്റ്റ് 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല കോട ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ അനുഭവിക്കേണ്ട ഒരു കാഴ്ചയാണ് നമ്മളെ പൊന്മുടി. ഇവിടെ തൊട്ടടുത്ത് കടന്നിട്ട് പോകാത്തവർ കുറേ പേരുണ്ട്. എനിക്ക് ട്രാവലിംഗ് ആണ് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ വണ്ടി എടുത്തിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോകും. അത്രേ എനിക്കുള്ളൂ. അതനുസരിച്ച് വീട്ടുകാരിൽ നിന്ന് നല്ല രീതിയിൽ എനിക്ക് കിട്ടണമുണ്ട്. പിന്നെ ഇതൊക്കെ ഒരു ജീവിതമല്ലേ ഉള്ളൂ. ഇതൊക്കെ അനുഭവിച്ചില്ലെങ്കിൽ പിന്നെ എന്തോന്ന് ജീവിതം. പിന്നെ അവിടുത്തെ വേറെ ഒരേ ഒരു മെയിൻ പ്രശ്നമേ ഉള്ളൂ. റേഞ്ച് എന്ന് പറഞ്ഞ സാധനമില്ല. മറ്റേ എയർടെല്ലല്ല, ജിയോ സിമ്മ് ഏതോ ഒരു സ്പോട്ടിലൊക്കെ റേഞ്ച് കിട്ടുന്നുണ്ട്. പിന്നെ BI സിമ്മും കിട്ടുന്നുണ്ട്. അപ്പം എന്നാലും വിളിക്കാനൊന്നും പറ്റൂല, അത്ര റേഞ്ച് ഇല്ല. പിന്നെ വണ്ടിയൊക്കെ ഒതുക്കി പാർക്ക് ചെയ്ത് പിന്നെ എൻ്റെ കൂടെ വന്ന അവന് ഫസ്റ്റ് ഈ മഞ്ഞ്, ഈ ഫോഗ് കണ്ട എൻ്റെ നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അത് കണ്ടിട്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം ഞാൻ കാരണമാണല്ലോ അവ ഇത്രയും സന്തോഷിക്കാൻ ഒരു അവസരം ഉണ്ടായത്. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ പല നടന്നല്ല, നല്ല രസമുണ്ടായിരുന്നു, നല്ല വൈബായിരുന്നു. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഒരു പോസിറ്റീവ് എനർജിയും കുളിർമ കേൾക്കുന്നൊരു പരിപാടിയാണിത്. നമ്മൾ നല്ല മഞ്ഞായിരുന്നു. ഒരു വക, അതായത് ഓപ്പോസിറ്റിൽ നിന്ന് നടന്നു പറഞ്ഞ ഒരാളെ പോലും നേരെ കാണാൻ പറ്റില്ലായിരുന്നു. അതേപോലെ തന്നെ വണ്ടി ഓടിച്ചത് വളരെ ബുദ്ധിമുട്ടാണ്. റോഡ് ഉണ്ടാകുന്ന പോലും അറിഞ്ഞുകൂടാ, അത്രയ്ക്ക് കട്ട മഞ്ഞാണ് റോഡിലുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാം കാഴ്ചയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് വലിയ മഞ്ഞില്ലായിരുന്നു. കയറിയ സമയത്തായിരുന്നു വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അതായത് ഓപ്പോസിറ്റ് കാരണം വണ്ടിയുടെ ലൈറ്റ് പോലും നേരെ കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മൾ മോളിൽ പോയപ്പോൾ ഉള്ളൊരവസ്ഥ. തിരിച്ചിറങ്ങിയപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, ചെറിയ ഫോഗായിരുന്നു ഉള്ളത്. പിന്നെ ഇവിടെ ആര് വന്നാലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, വീട്ടിൽ പറഞ്ഞിട്ട് വരണം. അങ്ങനെയല്ല, വിളിച്ചാൽ കിട്ടൂല എന്ന് പറഞ്ഞിട്ട് വരണം. കാരണം അവർ പേടിക്കാൻ പാടില്ലല്ലോ വീട്ടുകാർ. എന്തായാലും ഇവിടെ വന്നിട്ട് നമുക്ക് ആരെയും വിളിക്കാൻ ഒന്നും പറ്റൂല. ഞാൻ പറഞ്ഞ പോലെ ജിയോ സിമ്മാണെങ്കിൽ കുഴപ്പമില്ലാതെ പറ്റും. പിന്നെ വീട്ടിലൊക്കെ എത്തി. ഇത്രയും ദൂരോടിയുണ്ട്. വണ്ടി കുറച്ച് പരുവായിട്ടുണ്ട്. അതിനെ കുറച്ച് ഇനി തണക്കാൻ പറ്റണം. വച്ച ഉടനെ ഒരാൾ കയറി ഇരിപ്പുണ്ട് അവിടെ. എൻ്റെ പേരാണ് ഹണി. വണ്ടി 4 വർഷം ആയി വണ്ടിക്ക്. ഇത്രയും ഇതായിട്ട് ഓടിയത് 62,500 കിലോമീറ്റർ അടുപ്പിച്ചായി വണ്ടി. വണ്ടി ഈ 4 വർഷത്തിൽ ഓടിയ ഓട്ടോ ആണ്. അതായത് ഈ 2 ആഴ്ചക്ക് ഓടിയ കിലോമീറ്ററാണ് 2,530 എത്രയോ കിലോമീറ്റർ ഈ 2 ആഴ്ചക്ക് അത് ഓടി. എൻ്റെ വണ്ടിയുടെ പ്രത്യേകത ഇതാണ്, ഞാൻ എപ്പോഴും ഓട്ടക്കാരനാണ്. പിന്നെ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.